ഞാൻ ശരിക്ക് തൃശ്ശൂർ സ്വദേശിനിയാണ്. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ. അപ്പം അച്ഛൻ ഈ കലാകാരനും കൂടി ആയതുകൊണ്ട് അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ പോണത്. ഇവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ ആ ക്ലാസ് അങ്ങ് പച്ച പിടിച്ചു. പത്മനാഭൻ്റെ മണ്ണിൽ അങ്ങ് സ്ഥിരതാമസമായി. എല്ലാം പിടിപാടാണ് ഇപ്പോഴത്തെ കാലത്ത്. എന്തോന്നാ പിടിപാടില്ലാതെ കിട്ടുന്ന ഒന്നും കിട്ടൂല. പിന്നെ പ്രോഗ്രാം കിട്ടാനായിട്ട് പലരെ പോയി കാണുന്ന പരിപാടി പണ്ടുമില്ല ഇപ്പോഴുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ കലാകാരന്മാരെ അറിഞ്ഞു വരണം. ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഈ സിനിമാക്കാരും സീരിയലുകാരൊക്കെ നിങ്ങൾക്കില്ല, അയ്യോ അത് മെയിൻ സ്റ്റേജൊക്കെ അവർക്കുള്ളതാ എന്നൊക്കെ പറയുമ്പോഴല്ലോ കണ്ണീന്ന് വെള്ളം വരില്ല എന്നേ ഉള്ളൂ. ഇവൻ ജഗതിയുടെ അടുത്ത് പോയി കഴിഞ്ഞ ഒരു വർഷം മുമ്പ്. അദ്ദേഹം വയ്യാതിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചെന്ന് കണ്ടു. എനിക്ക് കുട്ടികളും ഇല്ല ഈ വർഷം. അണ്ണാ എവിടെ പോണ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഒരു ജഡ്ജ്മെന്റ്, നീ വരണ ഞാനും വരുന്നത് അണ്ണാ. എങ്ങനെയുണ്ട്? ആ കളിക്കുന്ന കുട്ടിയുടെ പോലും നിലവാരമില്ലാത്ത ഓരോ ജഡ്ജസ്, 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും കൂടെ വോയിസ് റെക്കോർഡ് ലീക്കായിട്ട് നിന്നിട്ട് സംസാരിക്കുകയാണ് പ്രൈസ് കൊടുക്കേണ്ട കാര്യങ്ങൾ. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. ഞാനത് പുറത്തു വിട്ടാ അതേപോലെ ഈ കൈ ഇപ്പുറത്ത് വയ്ക്കുമ്പോൾ ഇപ്പുറത്തെ ആളോട്. ഇതൊക്കെ നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാവും. എനിക്ക് എന്നെ അറിയാം, എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. 67 വയസ്സ് എനിക്ക് കഴിഞ്ഞു. ഒരു അസുഖം ഇല്ല. മരിക്കുന്ന ആവതുള്ള കാലം വരെ ജോലി ചെയ്യാം. നമസ്കാരം. സക്സസ് കേരളയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു നർത്തകിയാണ്. കേരളത്തിൽ ഏറെ പ്രസിദ്ധയായ മോഹിനിയാട്ടം എന്ന കേരളത്തിൻ്റെ തനത് കലയെ ഉപാസിച്ച് ആ കലയിൽ നിരവധി ശിഷ്യഗണങ്ങൾ സമ്പത്തായിട്ടുള്ള കലാമണ്ഡലം സത്യഭാമ. മാഡത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മാഡം നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് മാഡം ഈ നൃത്തരംഗത്തേക്ക് അല്ലെങ്കിൽ മോഹിനിയാട്ട കലാരംഗത്തേക്ക് കടന്നു വന്നത്? അന്ന് കലാമണ്ഡലത്തിൽ എങ്ങനെയാണ് ചേർന്നത്? വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം, അവിടുത്തെ ഒരു ശിക്ഷണ രീതി, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ശരിക്ക് തൃശ്ശൂർ സ്വദേശിനിയാണ്. തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായ ഒരാളാണ്. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കലാമണ്ഡലം വളരെ അടുത്താണ്, കുറച്ച് ദൂരമുണ്ട് എന്നാലും. അപ്പോൾ അച്ഛൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്. പോലീസിലായിരുന്നു അച്ഛൻ. നന്നായിട്ട് ഒരു ഗായകനാണ്, നല്ലൊരു തബലിസ്റ്റായിരുന്നു, ഒരു നാടക നടനായിരുന്നു. തൃശ്ശൂരൊക്കെ ഫിലോമിനയുടെയൊക്കെ കൂടെ ഇഷ്ടം പോലെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തൃശ്ശൂരാണല്ലോ ഫിലോമിന, മരിച്ചു പോയല്ലോ അവർ. അങ്ങനെ ഒരു കല. പിന്നെ അമ്മയാണെങ്കിൽ നല്ലൊരു തിരുവാതിര ടീച്ചറായിരുന്നു. കുറേ അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളിലൊക്കെ മത്സരം നടത്തുമായിരുന്നു തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അമ്മ പഠിപ്പിക്കുന്ന കുട്ടികൾ അങ്ങനെ തിരുവാതിര. അത് ബ്രദറ് പിന്നെ നല്ലൊരു തബലിസ്റ്റും, അതെ അച്ഛൻ്റെ കുറച്ച് നാടകവും തബലിസ്റ്റും എല്ലാം കൂടിയാണ് ബ്രദറ്. പിന്നെ 3 സിസ്റ്റേഴ്സുകാരുണ്ട്. അവരൊക്കെ നല്ല പാട്ടുകാരും എല്ലാവരും അച്ഛൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കലയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയായിരുന്നു ക്ഷേമാവതി ടീച്ചറിൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ക്ഷേമ ടീച്ചർ കോഴ്സ് കഴിഞ്ഞ് തൃശ്ശൂർ വന്നു. ആ സമയത്ത്, അതായത് കുറേ വർഷം മുമ്പാണ്, ഭയങ്കരമായിട്ട് ടീച്ചർ അതിൻ്റെ ഇടയ്ക്ക് പുറത്തൊക്കെ പോയിട്ട് കുച്ചിപ്പുടി പഠിച്ചിട്ട് വന്നു ക്ഷേമ ടീച്ചർ. അപ്പോൾ ഒരു തട്ടത്തിൽ കളിക്കുന്ന ഒരു പരിപാടി. അന്നൊക്കെ ഇതൊക്കെ, ഇന്നിപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ കളിക്കുകയല്ലേ. ആ സമയത്തൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ റീജിയണൽ തിയേറ്ററിലോ അവിടെ ഇവിടെയൊക്കെ ടീച്ചറിൻ്റെ പരിപാടി കാണാൻ ഞങ്ങൾ കുടുംബസമേതം പോവും. അങ്ങനെ കണ്ടപ്പോൾ അച്ഛന് 4 പെൺകുട്ടികളാണ് ഞങ്ങൾ. അപ്പോൾ അച്ഛന് ഈ കലാകാരനും കൂടി ആയതുകൊണ്ട് എൻ്റെ ഒരു മോളെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അച്ഛന് വന്ന് നറുക്ക് വീണത് എനിക്കാ. ഞാൻ 4ാമത്തെ ആളാണ്. അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ പോണത്. പക്ഷെ പഠിക്കുന്ന സമയത്ത് കലാമണ്ഡലത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം മാത്രമേ ഉള്ളൂ. പിന്നീട് ഞാൻ ചെന്നൈയിൽ പോയിട്ടാണ് കുച്ചിപ്പുടി പഠിച്ചത്. അങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3-4 ഒരു കൂടി വന്ന ഒരു 5 ഐറ്റം കിട്ടി കാണും. അവർ സിലബസാണ്. ഫസ്റ്റ് ഇയർ പരീക്ഷയ്ക്ക് ഇത്ര സ്റ്റെപ്സുകളും 1 ഐറ്റം, സെക്കൻഡ് ഇയറിൽ 2 ഐറ്റം സ്റ്റെപ്സുകളൊക്കെ ചോദിക്കും, തേർഡ് ഇയറിൽ 3 ഐറ്റം, ഫോർത്ത് ഇയറിൽ 4-5, ഇത്രയേ ഉള്ളൂ ആകെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏത് കോഴ്സും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ MBBS ആയാലും എഞ്ചിനീയർ ആയാലും കലയായാലും എന്തൊക്കെയാണെങ്കിലും 4 ചുറ്റി കെട്ടിയ ഒരു ഫ്രെയിം നമുക്ക് കിട്ടും. ഇത് നിറയ്ക്കുന്ന ജോലി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ്. ശരിയല്ലേ?
അല്ലാതെ നമ്മൾ അവിടെ പഠിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ MBBS ആയാലും എല്ലാം പഠിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. പിന്നെയും പഠിക്കുന്നു. പിന്നെ അത് ആ ജോലി ചെയ്ത് അതിനകത്ത് കുറേ നന്നാവുന്നു. കൈപുണ്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതെല്ലാം ഏത് ഫീൽഡിലും മനോധർമ്മ എല്ലാം ഇതിനകത്ത് വേണ്ടൊരു സാധനം. അപ്പോൾ ഈ 4 ചുറ്റും കെട്ടിയിട്ടുള്ള ഒരു ഫ്രെയിം കലാമണ്ഡലത്തിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഒരു മോഹിനിയാട്ടം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നതല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിൻ്റെയോ കലാമണ്ഡലം സത്യഭാമ ടീച്ചറിൻ്റെയോ ആരുടെ ശൈലിയില്ല, ഞാൻ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതെൻ്റെ ഇഷ്ടവും നമ്മുടെ കേരളത്തിലെ ഒരു ആർട്ട് ഫോമും എനിക്ക് നല്ലതും തോന്നുന്നത് ഞാൻ ചെയ്യും. അതുകൊണ്ട് ഇവരിപ്പോൾ എന്നെ കുറേ പേര് തേജോവധം ചെയ്തല്ലോ. അവർക്ക് എന്തറിയാമെന്ന് ചോദിച്ചല്ലോ. ഞാൻ മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് മേടിച്ച പോലെ ഈ തിരുവനന്തപുരത്ത് ആരും മേടിച്ചിട്ടുണ്ടാവില്ല. യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു കുട്ടിക്ക് എന്നെ 3 വർഷം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്, അതുപോലെ സ്കൂൾ തലങ്ങളിലൊക്കെ. പക്ഷെ എന്നെ അറിയാവുന്നവരാരും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അറിയാം. അപ്പോൾ മോഹിനിയാട്ടത്തിന് കുറേ വ്യത്യസ്തമായ കുറേ കഥാപാത്രങ്ങളെ രംഗത്തിറക്കിയിട്ടുണ്ട് ഞാൻ. അംബാംബിക അംബാലിക, കുമാരനാശാൻ്റെ നളിനി വാസവദത്ത, പിന്നെ ദുഷ്യന്തൻ ശകുന്തള, അങ്ങനെ അനവധി. ഇതെല്ലാം എഴുതി തരുന്ന ഒരു ആശാണ്ടെന്ന് നമ്മുടെ കളമശ്ശേരിലൊരു ചെണ്ട ആശാണ്, പൊതുവാളാശാൻ ചെണ്ട. ആശാൻ മരിച്ചുപോയി. അസാധ്യമായിട്ട് എഴുതും ആശാൻ ചെണ്ടയാണെങ്കിൽ പോലും ആശാൻ എഴുതി തരും. ഹൈദരാലാശാനാണ് ഇവിടെ വന്നിരുന്ന് ട്യൂൺ ചെയ്യുന്നത് എനിക്ക്. ഇന്നലെ ഞാൻ ഒരു മോഹിനിയാട്ടം ഞാൻ അധികമൊന്നും കണ്ടില്ല, ഒരെണ്ണം കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ ലളിതഗാനങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ഇതിന് ചെയ്യുമ്പോൾ ശാസ്ത്രീയത വേണം. ശാസ്ത്രീയത അല്ലെങ്കിൽ ക്ലാസിക്കൽ ചൊവ ഇതെല്ലാം മോഹിനിയാട്ടത്തിൽ വന്നേ പറ്റൂ. ഏതെങ്കിലും ഒരു രാഗമൊക്കെ എടുത്തിട്ടായിരിക്കും പാട്ടുകാർ ചെയ്യുന്നത്. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ലളിതഗാനം തന്നെ. ഹൈദരാലാശാൻ അപാര, മരിച്ചത് ഏറ്റവും ദുഃഖം അല്ലെങ്കിൽ നഷ്ടം എനിക്കാന്നേ ഞാൻ പറയുള്ളൂ. അത്ര അധികം ആശാൻ ചെയ്യും. ഇവിടെ വരും ഇവിടെ 3-4 ദിവസം സ്റ്റേ ആണ്. അപ്പോൾ വന്ന് ആശാൻ ചെയ്തു തന്നിട്ടുള്ള ദുഷ്യന്തൻ ശകുന്തളയൊക്കെ പാട്ട്, അമീർ കല്യാണിയിലൊക്കെ ഓരോ പാട്ട് ആശാൻ പാടി എന്നെ ഇരുത്തും പാടാൻ. സത്യഭാമ പാടൂ, ഞാൻ ചെയ്യുന്ന അപ്പം പാടൂ എന്ന് പറയും. അങ്ങനെ ഞാനായിരുന്നു പാടുന്നത്. ഒരു സാമ്പിള് പാടുമല്ലോ നമ്മൾ. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഇഷ്ടം പോലെ മോഹിനിയാട്ടം. ഏതെങ്കിലും ഒരു പാട്ട്? അമീർ കല്യാണി അതല്ലേ? അതെ അമീർ കല്യാണി. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ലയെങ്കിൽ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ലയെങ്കിൽ. എന്തിനി ചിലങ്കകൾ. സൂപ്പർ. ഇത് കരുണ എന്ന് പറയുന്ന ആ കൃതി സിനിമയാക്കാൻ പോയപ്പോൾ കരുണയിലെ അതേ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ONV കുറുപ്പ് സാർ എഴുതിയ ഒരു ഗാനമാണ് കേട്ടത്. ഒരുപാട് സന്തോഷം. ഗുരുകുലാഭ്യാസം അവിടുത്തെ അന്നത്തെ ടീച്ചേഴ്സ് നമുക്ക് തന്നിട്ടുള്ളത് അത് ഒന്നാന്തരം സാധനം തന്നെയാണ്. ചിട്ടവട്ടങ്ങളിൽ കൂടിയും സാധക ക്ലാസ്സുകൾ കൂടിയും അല്ലെങ്കിൽ സംഗീതം 4 മണിക്ക് ഞങ്ങൾക്ക് എഴുന്നേക്കണം. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണോ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഈ സിനിമാക്കാരും സീരിയലുകാരൊക്കെ നിങ്ങൾക്കില്ല, അയ്യോ അത് മെയിൻ സ്റ്റേജൊക്കെ അവർക്കുള്ളതാ എന്നൊക്കെ പറയുമ്പോഴല്ലോ കണ്ണീന്ന് വെള്ളം വരില്ല എന്നേ ഉള്ളൂ. പക്ഷെ വിഷമിച്ച് നമ്മൾ ആ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് എല്ലായിടത്തും. മാഡം ഈ കലാമണ്ഡലത്തിൽ പഠിച്ചു കഴിഞ്ഞ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ അരങ്ങേറ്റം ഒക്കെ എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയോ? തുടർന്ന് വേദികളൊക്കെ ധാരാളമായിട്ട് കിട്ടിയോ? അല്ല, കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിലാണ് അരങ്ങേറ്റം നടത്തുന്നത്. അത് നമുക്ക് 1-2 ഐറ്റം കളിപ്പിക്കുക, അത്രയേ ഉള്ളൂ. 2-3-4 ഐറ്റം പഠിച്ചിട്ടുണ്ടെങ്കിൽ 2 ഐറ്റം കളിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അതൊന്നും ഒരു അരങ്ങേറ്റം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ ഒരു ചിട്ടവട്ടങ്ങളിൽ കൂടെ വരുന്ന ഒരു അരങ്ങേറ്റം. അത് കഴിഞ്ഞ് 4 വർഷം. അന്ന് 4 വർഷമേ ഉള്ളൂ കോഴ്സ്. ഇന്ന് അതല്ല, ഇന്ന് PG ഇപ്പോൾ എത്ര 6-7 വർഷം 10 വർഷമൊക്കെ പഠിക്കുന്നവരവിടെ ഉണ്ട്. അന്ന് ഡിപ്ലോമ 4 വർഷത്തെ കോഴ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ
സെക്കൻഡ് ഇയർ അരങ്ങേറ്റം കഴിഞ്ഞ് നമ്മൾ ഫോർത്ത് ഇയറിൽ ഇറങ്ങുന്നു. പിന്നെ അതിനിടയ്ക്ക് തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ വരുമ്പോൾ കലാമണ്ഡലം ട്രൂപ്പിന് കുറേ പ്രോഗ്രാംസ് വരും. അന്ന് പല ട്രൂപ്പിന് വിളിക്കുമ്പോൾ ഏത് ക്ഷേത്രത്തിൽ വിളിച്ചാലും തുച്ഛമായ പൈസ മേടിക്കുള്ളൂ. ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് വലിയ ഭീമമായ എമൗണ്ട് ഒന്നും കൊടുക്കൂല. അമ്പലങ്ങളിൽ നിന്ന് ഏത് പരിപാടിക്ക് പോലും, അമ്പലം മാത്രമല്ല ഒരുപാട് പ്രോഗ്രാംസ്, അങ്ങനെ തേർഡ് ഇയർ ഫോർത്ത് ഇയർ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഗുരുവായൂർ വന്നിട്ട് അരങ്ങേറിയിട്ടുണ്ട്. അന്നും ഗുരുവായൂർ മൽപ്പത്തൂർ സ്റ്റേജൊന്നുമില്ല. നമ്മുടെ കല്യാണം നടക്കുന്ന ഫ്രണ്ടിലൊരു ചെറിയൊരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ നമുക്ക് വിസ്തരിച്ച് കളിക്കാനൊന്നും പറ്റില്ല. അന്ന് അച്ഛൻ ഗുരുവായൂർ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അമ്പലത്തിൽ നിന്നൊക്കെ ഇത്ര തള്ളൂല്ല കേട്ടോ. അന്നൊക്കെ പെട്ടെന്ന് പ്രോഗ്രാംസൊക്കെ തരാനും. ഇന്നതല്ല, ഇന്ന് പലരുടെയും മന്ത്രിമാരുടെ ലെവലിലും അല്ലാത്ത ലെവലിലും ലെറ്ററൊക്കെ കൊണ്ടു ചെന്ന് വരി നിന്ന് ക്യൂ നിന്ന് നറുക്കിട്ട് വീണ് കിട്ടിയാൽ കിട്ടി. അത് നമ്മുടെ ഇഷ്ട സമയം കിട്ടൂല. രാവിലെ പോലെ അവിടെ പ്രോഗ്രാമാണ് ആ മൽപ്പത്തൂർ സ്റ്റേജിൽ. ഇപ്പോഴും ഞാൻ കുട്ടികളെ കൊണ്ടുപോയി കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ അരങ്ങേറ്റം അവിടെ ഗുരുവായൂർ ഒന്ന് നടത്തിയിട്ടുണ്ട് ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു പോലീസുകാരൻ്റെ മകളല്ലേ, അല്ലെങ്കിൽ ഒരു തിരുവാതിര ടീച്ചറിൻ്റെ മകളല്ലേ, ബഡാ പാർട്ടിയൊന്നുമല്ല, അത്യാവശ്യം പട്ടിണി കൂടാണ്ട് ജീവിച്ച 5 മക്കളും. ഇന്നത്തെ കാലത്ത് 1-1.5 അല്ലല്ലോ, 5 കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പൈസ ഉണ്ടാക്കണം, ജീവിക്കണം എന്നുള്ളൊരു ട്രെൻഡാണ്. ഒരുവിധം എല്ലാവരുടെ മനസ്സിലും അത് തന്നെ. അപ്പോൾ വേദികൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായ വേദികൾ എന്ന് പറയാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതേപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് പഠിച്ച് കലാമണ്ഡലം കോഴ്സ് ലാസ്റ്റ് ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അത്യാവശ്യം പഠിപ്പിക്കാൻ തുടങ്ങി. ഞാനൊക്കെ കാര്യം എന്താ അറിയോ, ടീച്ചർമാർ ഫോറിനേഴ്സ് അവിടെ ഇഷ്ടം പോലെ വരുമായിരുന്നു ആ കാലത്ത്. ഇപ്പം ഉണ്ടോയെന്ന് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് പോയപ്പോൾ ഒന്നും കണ്ടില്ല. ഫോറിനേഴ്സ് ഒരുപാട് ലേഡീസൊക്കെ വന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചർമാർ ദക്ഷിണയൊക്കെ മേടിച്ച് തുടങ്ങും, ഇവർക്കൊക്കെ തുടങ്ങും. എന്നാൽ ടീച്ചർ പറയും കുട്ടി ഒന്ന് പഠിപ്പിക്കണേ, അവർ വരും കേട്ടോ വൈകുന്നേരം. അപ്പം നമ്മൾ അങ്ങനെ പഠിപ്പിച്ച് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചു. നമുക്ക് ഫീസും കാര്യമൊന്നും കിട്ടില്ല, ഫീസൊക്കെ അവർ മേടിക്കും ടീച്ചർമാർ. ഇത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പലരും പല ദിക്കിലും ഒറ്റപ്പാലം, നിലമ്പൂർ, കോഴിക്കോടൊക്കെ പോയി ആ സമയത്ത് അവിടെയൊക്കെ നിന്ന് 1 കുട്ടി 2 കുട്ടിയൊക്കെ ഉള്ളൂ ആ കാലത്ത് പഠിക്കാനൊക്കെ ചെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂർ ചെറുതായിട്ട് വീട്ടിൽ ക്ലാസ് ഒന്നും ഇട്ടില്ല, പോയി പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു കൂടുതലും ആ സമയത്തൊക്കെ. ഒരു 79-ലൊക്കെയാണ് അതൊക്കെ. മാഡം, ഒരു ഡാൻസ് സ്കൂൾ എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് മാഡത്തിലുണ്ടായത്? നല്ല നൃത്തം കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ളൊരു താല്പര്യം കൊണ്ടാണോ, അതോ കുട്ടികൾ മാഡത്തിൻ്റെ ശിഷ്യഗണങ്ങളാകണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്? കല്യാണം കഴിച്ച ആള് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബാങ്ക് ഇവിടെ, അയാൾ നോർത്ത് പറവൂക്കാരനാണ്. അയാൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കല്യാണം നടക്കുന്നതും. അദ്ദേഹത്തിനെ കല്യാണം കഴിച്ച് അങ്ങനെ ഇവിടെ വന്ന് സെറ്റിലായി. ജോലി ഇവിടെയാണല്ലോ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ ഇവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ ആ ക്ലാസ് അങ്ങ് പച്ച പിടിച്ച് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം തോന്നിയില്ല. പത്മനാഭൻ്റെ മണ്ണിലങ്ങ് സ്ഥിരതാമസമായി. പിന്നെ ക്ലാസ് ഇട്ടതൊക്കെ അങ്ങനെ അങ്ങ് ക്ലാസ്സായി, അത്ര തന്നെ ഉള്ളൂ. അതിന് പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പൊന്നുമില്ല. പഠിച്ചൊരു തൊഴിൽ കയ്യിലുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. മസ്കറ്റ്, അബുദാബി, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, അങ്ങനെ പല ദിക്കിലും പോയിട്ട് പ്രോഗ്രാമും ജഡ്ജ്മെൻറ്റിനാണ് ഇവർ വിളിക്കുന്നത്. അത് കഴിയുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ 2 പേരും കൂടെ വേണമെന്ന് അവർ പറയും. എല്ലാ ചിലവൊക്കെ അവരുടെ ടിക്കറ്റൊക്കെ ഓക്കെയാണ്, അവർ കയ്യിൽ നിന്നൊന്നും ആവില്ല. ഇതെല്ലാം കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോയി ഞങ്ങൾ ജുഗൽബന്ദിയൊക്കെ ചെയ്യും. ഞാൻ മോഹിനിയാട്ടം ചെയ്യും, വേറെ കൂടെ വന്ന ഒരു കുട്ടി ഭരതനാട്യം, ടീച്ചർമാരാണ് എല്ലാവരും, അവർ ഭരതനാട്യം, അങ്ങനെ 3 അങ്ങനെയൊക്കെ ചെയ്യും. പല രീതിയിൽ ചെയ്തിട്ട് അതിപ്പോഴും ഉണ്ട്, അത്യാവശ്യം പോകുന്നുണ്ട് പുറത്തൊക്കെ. ആ കാലത്ത് എവിടെ പോകാൻ, ആര് കൊണ്ടുപോകാൻ? പിടിപാട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഇത് തന്നെ പറയുന്നത് എല്ലാ ചാനലിലും. ഞാൻ പത്രക്കാരെടുത്ത് വന്നപ്പോഴും പറഞ്ഞാൽ തന്നെ എല്ലാം പിടിപാടാണ് ഇപ്പോഴത്തെ കാലത്ത്. എന്തോന്നാ പിടിപാടില്ലാതെ കിട്ടുന്ന? ഒന്നും കിട്ടൂല. അന്ന് പിന്നെ പിടിപാടിൻ്റെ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സാധാ ഒരു പോക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നുള്ളൂ കലയൊക്കെ. ഇന്നതല്ല, ഇന്ന് ഇഷ്ടം പോലെ പിന്നെ പുറത്ത് പോകുന്നവരുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരലിൽ എണ്ണാവുന്ന
ചിലർ പോകുന്നുണ്ട്. ആരാന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പോകുന്നത്. അവർ പോകുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയാം. പക്ഷെ ഇതിനൊന്നും നമ്മൾ പോയിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായത്തിൽ കലാകാരന്മാരെ അറിഞ്ഞു വരണം, അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളവർ വരുമോ? ഇപ്പോഴത്തെ കാലത്ത് വല്ലവരും വരുമോ? ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവം സഹായിച്ച് ഇത്രയും 67 വയസ്സ് എനിക്ക് കഴിഞ്ഞു, ഒരസുഖം ഇല്ല. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതിന് പെൻഷനില്ല. കലാകാരന്മാർക്ക് പെൻഷനുണ്ടോ? ഇല്ല. മരിക്കുന്ന ആവതുള്ള കാലം വരെ ജോലി ചെയ്യാം. അപ്പോൾ ഇപ്പം കുറേ പ്രശ്നങ്ങൾ എന്നിൽ എല്ലാവരും അടിച്ചേൽപ്പിച്ചു, അല്ലെങ്കിൽ കുറേ പറഞ്ഞു. എന്നിട്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, എനിക്ക് കുഴപ്പം തോന്നിയിട്ടുമില്ല, തോന്നാനും പോകുന്നില്ല. കാര്യം എന്താ അറിയോ? എനിക്ക് എന്നെ അറിയാം, എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം, അത് മതി. പിന്നെ പ്രോഗ്രാം കിട്ടാനായിട്ട് പലരെ പോയി കാണുന്ന പരിപാടി പണ്ടുമില്ല, ഇപ്പോഴുമില്ല. മാഡത്തിൻ്റെ മകൻ്റെ കലാപ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? അവനെന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നത് കാണാം, കുറച്ചൊക്കെ നടന്മാരെയും അവരൊക്കെ അനുകരിച്ചും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതിലുപരിയേ ഭയങ്കര ഷൈയാണ് പുള്ളിക്കാരൻ. ഇപ്പോൾ പാടും ചെയ്യും. ഞാനും പാടുന്നതുകൊണ്ട് അവനും പാടും കുറച്ച്. അപ്പോൾ പറയണത് എങ്ങനെയാണ്, എടാ നീ പാടി അതൊന്ന് ഞാൻ പറയുമ്പോൾ അമ്മ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, എന്നാൽ ഞാൻ പാടാതെ. അപ്പം ഞാൻ തിരിഞ്ഞിരുന്നാലേ അവന് പാടാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഷൈ അല്ലേ. ഞാൻ പറഞ്ഞ കലാകാരൻ എന്ന് പറഞ്ഞാൽ ഷൈ പാടില്ല. എപ്പോൾ പറഞ്ഞു അപ്പം ചെയ്തോണം, അതാണ് കലാകാരൻ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് പറഞ്ഞോ പുള്ളിക്കാരൻ അപ്പം റെഡിയാണ്. എല്ലാ നടന്മാരെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. എൻ്റെ ഒരു ദുഃഖവും അതാണ് കേട്ടോ, ജഗതിയുടെ ഒരു അവസ്ഥ. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് ഭയങ്കര ഒരു ദുഃഖമാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. എന്ത് കാട്ടായും കാണിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജഗദീഷ് ശ്രീകുമാർ അതാണ് കലാകാരൻ. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയാണ്. അങ്ങനെ ഇല്ല, എന്ത് പറഞ്ഞാൽ നല്ലതോ ചീത്തയോ അങ്ങ് ചെയ്യണം. അപ്പോഴാണ് ഒരു ക്ലിക്കാവുക ചിലപ്പോൾ. അങ്ങനെ ഉണ്ട്, കുറച്ച് കലയൊക്കെ ഉണ്ട് കയ്യിൽ. പ്രൊമോട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പ്രൊമോട്ട് ചെയ്യാനും തള്ളി കൊടുക്കാനൊക്കെ ആള് വേണ്ടേ. ഞാൻ വേറെ വർക്ക്ഷോപ്പിൽ പോയി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എന്റെ ചെലവ് നന്നാക്കി തരാം. താൻ പിന്നെ ആരാ? ഞാൻ KNK ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ മിസ്റ്റർ മനോഹരൻ. അവൻ ജോലി അറിഞ്ഞുകൂടാത്ത ഒരു ജോലിക്കാരൻ. ഇത് ശരിയാക്കാതെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടില്ല. നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ? ചെറിയമ്പ്രാൻ. ആ, നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ? ഉദയസൂര്യൻ, മനസ്സിലായോ? എന്താ ഉദയസൂര്യൻ? ആ, ഇതെന്തോന്നിനാ? പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറുമി എടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. ഓ, എന്ത് നിർത്തിക്കളഞ്ഞത്? മുഴുവൻ പാടാത്തത് പറഞ്ഞു പാടിക്കാൻ നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ് കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടന്റെ പേരിൽ തന്നെ കയറാനാ വന്നത്. ബെല്ലടിച്ചു, കുട്ടിമാമ കഥവ് തുറന്നപ്പോ ഒറ്റ ചോദ്യം, അശോകനല്ലേ? പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി. പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്തത്? തിരുത്താൻ സമയം വേണ്ട. ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് തിരുത്താൻ നോക്കൂ. ദമയന്തിയുടെ മുമ്പ് നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ, ഇനി അച്യുതിന്റെ മുമ്പ് ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണോ കാര്യം? അതാണ് കാര്യം. എത്ര നാൾ ഷൈൻ ചെയ്യും? എത്ര നാൾ ഷൈൻ ചെയ്യണം? എത്ര നാൾ ചെയ്യാം? എത്ര നാൾ വേണേലും ചെയ്യാം. ഇട കൂടിയ ഒരാഴ്ച. അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. എന്നെ പുറത്തിയാടിച്ച് നീ അകത്ത് കയറുകയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ. എടാ, ഞാൻ കേറിയ നീ താനെ പുറത്തിയാടും. സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ. മറ്റേ ചിട്ടയുടെ ആളല്ലേ മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഇവൻ ജഗതിയുടെ അടുത്ത് പോയി കഴിഞ്ഞ ഒരു വർഷം മുമ്പ്. അദ്ദേഹം വയ്യാതിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചെന്ന് കണ്ടു. ശരിയാണ് മാഡം പറഞ്ഞതുപോലെ ഈ ജഗതിയൊക്കെ അനുകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരുമാതിരി നല്ല രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞ ഇഷ്ടം ഞാൻ കാണുന്നുണ്ട്, ഇഷ്ടമാണ്. കയ്യിൽ അവൻ കാലൊക്കെ തൊട്ട് തൊഴുത്
ഷെയ്ക്കൻ്റെ കൊടുത്തിട്ട് പോന്നു. ഒരു ദിവസം കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിനെ കാണാൻ പോയിരുന്നവൻ. അത്യാവശ്യം കലയൊക്കെ കയ്യിലുണ്ട്. മാഡം, വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ സംസ്ഥാന കലോത്സവം നടക്കുകയാണ്. മാഡത്തിന് ജഡ്ജസായിട്ട് ക്ഷണിക്കുകയോ അങ്ങനെ അവിടെ പോവുകയോ അല്ലെങ്കിൽ അല്ലാതെ ഈ കലാമത്സരങ്ങൾ പ്രത്യേകിച്ചും മോഹിനിയാട്ടം പോലെയുള്ള നൃത്തങ്ങൾ കാണാൻ മാഡം പോയിരുന്നു? വിധികർത്താവായിട്ട് വിളിച്ചിട്ടില്ല, പക്ഷെ കാണാൻ നമുക്ക് എല്ലാവർക്കും പോകാമല്ലോ. അതിനോട് ഇപ്പം താല്പര്യമില്ല. എന്താ അറിയോ, സി ഡി ആയി കഴിയുമ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഒരു ശവദാഹം കഴിഞ്ഞ വീടിൻ്റെ ഒരു അവസ്ഥയാണ് എൻ്റെ അഭിപ്രായമാണ്. മറ്റേതെന്താ പറയുക, ഇൻസ്ട്രുമെൻ്റൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു എപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ തൊട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. വയലിനും മൃദംഗവും ഫ്ലൂട്ട വീണ എന്തുണ്ടെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അനക്കം ഉണ്ടാവും. കുട്ടി അപ്പോഴത്തേക്ക് റെഡി ആയിട്ട് വരുന്നു, അപ്പോഴത്തേക്ക് അവിടെ നമ്പർ വിളിക്കുന്നു, അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എല്ലാം റെഡിയാവുന്നു, ഓക്കെ പറയുന്നു, കളിക്കുന്നു. അത് നല്ലൊരു രസമായിരുന്നു ഒരു കാലത്ത്. ഇന്ന് അതല്ല, സി ഡി ആയി കഴിയുമ്പോൾ കുട്ടികൾ സി ഡി നമ്മൾ കൊടുത്തു വിടുന്നു, അവർ കളിച്ചിട്ട് വരുന്നു. പിന്നെ അതിലുപരി എനിക്ക് കുട്ടികളും ഇല്ല ഈ വർഷം. കുറേ കുട്ടികൾ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു മത്സരങ്ങൾക്ക്. അതായത് സ്റ്റേറ്റ് സിലബസ്, CBSE ICSE ഒക്കെ ഉള്ളത്. CBSE കുറച്ച് വർഷം മുമ്പ്, ICSE ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മത്സരങ്ങൾ. സ്റ്റേറ്റ് ആണല്ലോ മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്ന മത്സരങ്ങൾ. ആ സമയത്ത് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റിലുള്ള കുട്ടികളെല്ലാം പതുക്കെ CBSEയിലോട്ട് മാറി. സ്റ്റേറ്റ് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുട്ടികൾ സ്റ്റേറ്റ് സിലബസ് ഇല്ല. അപ്പോൾ CBSE എനിക്ക് അത്യാവശ്യം മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ കളിക്കുന്ന കുട്ടി ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ ഒരുവിധം സ്റ്റാൻഡേർഡായിട്ട് പിള്ളേർ കളിക്കേണ്ടത്. ഞാൻ മോഹിനിയാട്ടത്തിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞേട്ടാ, കുറച്ചും കൂടി പിള്ളേരൊക്കെ നന്നാവണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് പ്രത്യേകിച്ച് വടക്കുന്നൊക്കെ വരുന്ന കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല കുട്ടികൾ സ്കൂളിൽ നിന്നേ കയറി വരുന്നില്ല, അവിടെ തന്നെ വെട്ടി വീഴ്ത്തുന്നുണ്ട് നല്ല കുട്ടികളെ. അപ്പോൾ എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CBSE ഒക്കെയാണ്, സ്റ്റേറ്റ് എനിക്ക് കുട്ടികളേ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിനാ പോകുന്നതെന്ന് വിചാരിക്കും. ആ കളിക്കുന്ന കുട്ടിയുടെ പോലും നിലവാരമില്ലാത്തവരാ ജഡ്ജസ്. ഇപ്പോൾ മാഡം പറയുന്നത് ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവില്ലാത്ത ജഡ്ജസാണ് ഇതിൻ്റെ വിധികർത്താക്കളായിട്ട് എത്തുന്നത് എന്നാണ്. എങ്ങനെയാ ജഡ്ജസ്? രണ്ടുപേര് ജഡ്ജായിട്ട് പോവുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അപ്പോൾ ഒരുത്തൻ തോട്ടിൽ പശുവിനെ കഴുകുക. അപ്പോൾ അവനോട് ചോദിച്ചു, അണ്ണാ എവിടെ പോണു? അവൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ്. നീ വരണ? ഞാനും വരണ അണ്ണാ. എങ്ങനെയുണ്ട്? അവനെ കുളിപ്പിച്ച് ഭസ്മക്കുറിയൊക്കെ അടിച്ച് ഒരു ജുബയൊക്കെ ഇടിച്ച് അവനെയും കൂട്ടും. ഇതാണ് ജഡ്ജ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കയ്യും കാലാശം കാണിക്കുക. ഇപ്പോഴാണെങ്കിൽ ഈ 3 ജഡ്ജസ് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇവരുടെ നിയമം, സംഘാടകരുടെ. ഇവരിങ്ങനെ ഇരിക്കും. ഈ ചേഷ്ടയൊക്കെ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണ് ഇരിക്കണത് ജഡ്ജസ്. ഇതാര് ശ്രദ്ധിക്കുന്നത്? ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പറയണം അപ്പുറത്ത്. അതേപോലെ ഈ കൈ ഇപ്പുറത്ത് വയ്ക്കുമ്പോൾ ഇപ്പുറത്തെ ആളോട്. ഇതൊക്കെ നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാവും. ഇതാണ് ജഡ്ജ്. ഒരു ത്രികാല ജതി ഈ വന്നിരിക്കുന്നവരൊന്ന് താളിട്ട് പറയുമെങ്കിൽ സമ്മതിക്കാം. ത്രികാല ജതി എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വർണ്ണം. വർണ്ണത്തിൽ ഫസ്റ്റ് ജതി എന്ന് പറഞ്ഞാൽ 3-4 ജതി കാണും, സാഹിത്യം കാണുമല്ലോ, ഏറ്റവും മെയിനായിട്ടാണ്. ആ ഫസ്റ്റ് ത്രികാല ജതി എന്ന് പറഞ്ഞാൽ ആദ്യം 3 കാലം വരും, 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം. പിന്നെ അതിൻ്റെ ബാലൻസ് കുറച്ച് വരും. ഈ ജതി ഒന്ന് ഏറ്റവും എളുപ്പം ആദ്യ താളമാണ്, അതൊന്ന് ഇട്ട് പിടിക്കുമെങ്കിൽ. ഇതൊന്നും ഇല്ലാത്തവരെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ കളിക്കുന്ന കുട്ടിയുടെ പോലും നിലവാരമില്ലാത്തവരെ വന്നിരിക്കണത്. പിന്നെ വേറൊരു ജില്ലയിൽ നിന്ന് ഇവിടെ ഒരുത്തൻ വന്നിരുന്നിട്ട് പറയാണ്, ഒരുത്തനായാലും ഒരുത്തിയായാലും. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇവിടെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ടീച്ചർമാരെ ഇപ്പോൾ. അതാണ് അതിനൊക്കെ വലിയ രസം. അവരിവിടെ വന്നിരുന്നിട്ട് പറയണത് എന്താ അറിയോ? ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്റ്റാൻഡേർഡും ഇല്ല പറയണാണ് വന്നിരുന്നിട്ട്. ജഡ്ജിമെൻ്റാണ്. കുട്ടി കളിച്ചതിൻ്റെ വിശേഷമല്ല പറയുന്നത്, ആ കുട്ടിക്കുള്ള തെറ്റുകൾ പറഞ്ഞു കൊടുക്കണം. ആ കുട്ടി ഇപ്പം എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ചെയ്തു എന്ന് വിചാരിക്കും. സാഹിത്യം ജതി താളിടുന്ന കാര്യം ഞാൻ പറഞ്ഞു, അത് ചെയ്യില്ല എന്ന് 100% എനിക്കറിയാം. രണ്ടാമത്തെ കാര്യം, സാഹിത്യത്തിലുള്ള ഒരു മീനിങ് ചോദിച്ചു നോക്കിയാൽ വലുതും പറയും. ഒരു കറക്കിക്കുത്താന്ന്. അത് മാത്രമല്ല, ഇപ്പം എനിക്ക് ലേറ്റസ്റ്റ് എനിക്കൊരു
ഓഡിയോ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു 4 പേര് കൂടെ, 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും കൂടെ വോയിസ് റെക്കോർഡ് ലീക്കായിട്ട്, അതിൽ ഇവർ 4 പേരും ലൈനിൽ നിൽക്കുകയാണ്, നിന്നിട്ട് സംസാരിക്കുകയാണ് പ്രൈസ് കൊടുക്കേണ്ട കാര്യങ്ങൾ. സ്റ്റേറ്റ് അല്ല, ഈ കഴിഞ്ഞ ജില്ല എവിടെയാണ്. അപ്പോൾ അതിൽ ഒരു കുട്ടി പറയണേ, അയ്യോ എനിക്ക് മോഹിനിയാട്ടം, എനിക്ക് സത്യമായിട്ടും സാറേ എനിക്ക് ബുദ്ധിമുട്ടാട്ടാ, ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് അറിയില്ലെങ്കിൽ. നീ അതൊന്നുമില്ല, നീ എല്ലാം അറിയുന്നത് പോലെ അങ്ങ് അവിടെ ഇരുന്നോണം. ആര് ചോദിക്കാനാ? എൻ്റെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. ഞാനത് പുറത്തു വിട്ടാ എനിക്ക് വേറൊരാൾ അയച്ചു തന്നാ. ഇത് മൊത്തം ലീക്കായി. ഇവിടെ ആരൊക്കെ നോക്കുന്നേ? ഇതാണ് ജഡ്ജിമെന്റ്. അപ്പോൾ ആ കുട്ടികൾ നേരം വെളുത്ത അന്ത്യമാണ് അമ്പലത്തിൽ മത്സരത്തിൻ്റെ അന്ന് കുട്ടികൾ അമ്പലത്തിലൊക്കെ പോകും. ചിലപ്പോൾ എന്നും പോവില്ല, മത്സരത്തിൻ്റെ അന്നായിരിക്കും പോണത്. ഒരു ആവശ്യം വരുമ്പോൾ ഭഗവാനെ വിളിക്കുന്ന രീതി ഉണ്ടല്ലോ ചിലർക്ക്. അതല്ല, ഭഗവാനെ എന്നും വിളിക്കണം. കണ്ണി കൊള്ളാളത് പുരിയത്തിൽ കൊണ്ടങ്ങ് പോവും. അപ്പോൾ ശരിയല്ലേ? അല്ലാണ്ട് ഒരു ആവശ്യം വരുമ്പോൾ അമ്പലത്തിൽ പള്ളിയിൽ അതിൽ നിന്ന് പോവല്ല, വേണ്ട, എന്നും ദൈവത്തിനെ വിളിക്കണം 2 നേരവും. നമുക്ക് കോടികളൊന്നും കിട്ടാനല്ല. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എന്തിനാ എല്ലാവരും ചെയ്യും, എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? വീട്ടിൽ തൊഴുതവേ, അതല്ല, അവിടെ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നമുക്കതൊരു സായുജ്യമാണ്. രണ്ടാമത്തത്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു തടസ്സം, നമുക്ക് ദോഷങ്ങൾക്കൊരു തടസ്സം അങ്ങ് വന്ന് നിൽക്കും ഭഗവാൻ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.